ഇന്നൊരു ഷൂട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ ആരും നടക്കാൻ വരത്തില്ല, കാരണം ഞാൻ ജെറ്റ് വിട്ട പോലെ നടക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ കാര്യമുണ്ട്, ഞാൻ നല്ല സ്പീഡിലാണ് നടക്കുന്നത്. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ച SN വിമൻസ് കോളേജിൻ്റെ അടുത്താണ് ഇന്ന് എനിക്ക് ഷൂട്ടുള്ളത്. നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനി തന്നെയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ പോകുന്നത്, അതായത് വീഡിയോ പ്രസൻറ്റേഷൻ ഫ്രീലാൻസിങ് ആയിട്ട്. നേരത്തെ എനിക്ക് ചെല്ലുന്ന പരിപാടിയില്ല, പക്ഷേ ഇന്ന് നേരത്തെ ചെന്നപ്പം ഇവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഓവർ ടൈം കിട്ടിയപ്പോൾ ഓവർ തിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പം കോസ്റ്റ്യൂം എടുത്ത് തന്നിട്ട് മാറാനായിട്ട് പറഞ്ഞു. ഇതെൻ്റെ കോസ്റ്റ്യൂം തന്നെയാണേ. പിന്നെ മേക്കപ്പ് ഞാൻ അവിടെ ചെന്നിട്ടായിരുന്നു ഇടുന്നത്, കാര്യം പോയി ക്ഷീണിക്കേണ്ടെന്ന് കരുതിയിട്ട്. ഫൗണ്ടേഷനൊക്കെ വെച്ച് അലക്കുന്ന കണ്ടാൽ തോന്നും മേക്കപ്പിലൊക്കെ വലിയ ധാരണയുണ്ടെന്ന്, പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ആവപ്പാട് അറിയാവുന്നത് നല്ല ലിപ്സ്റ്റിക് ഇടാന്നുള്ളതാണ്. അപ്പം ഞാൻ എടുക്കുന്ന ഈ ലിപ് ലൈനർ ഉണ്ടല്ലോ, എൻ്റെ ഫ്രണ്ട് തന്നതാണ്. അവൾ എനിക്ക് ഒത്തിരി അധികം ഷെയ്ഡ് തന്നിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ കുറേ നാൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നതും ഈ ഒരു സാധനമാണ്. പിന്നെ ഇടയ്ക്ക് ക്യാഷ്വൽ ലുക്ക് വേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞാൻ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ റേഞ്ചിൽ വരുന്ന ലിക്വിഡ് ലിപ്സ്റ്റിക് അങ്ങ് ഒഴിവാക്കിയിട്ട് മാഴ്സിൻ്റെ നോർമൽ ക്രയോൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു പെയിൽ പിങ്ക് കളർ, ഒരു ലൈറ്റ് കളറാണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളതുകൊണ്ട് വേറൊരു സെൻസേഷണൽ ഷെയ്ഡ് വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി കണ്ണിൻ്റെ മേലെയുള്ള പരിപാടിയാണ്. ഈ ഫോമൽസ് യൂസ് ചെയ്യുമ്പം ഞാൻ കണ്ണിൻ്റെ താഴെ അങ്ങനെ എഴുതാറില്ല, ഔട്ടർ കോർണേഴ്സിൽ ഒന്ന് വിങ് ചെയ്ത് കൊടുക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കണ്ണ് എഴുതിയെന്ന് പോവും, എന്നാൽ അത്ര ഓവറും ആവത്തില്ല. എന്നിട്ട് മിഡിൽ നിന്നും കൂടെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും, അപ്പോൾ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് ചീകി വിയർപ്പൊക്കെ ഒന്ന് മാറി ഓവർ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കുളമാക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിർത്തിയിട്ട് എൻ്റെ സ്ക്രിപ്റ്റ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. ഇത് അത്യാവശ്യം നല്ല ലെങ്തി സ്ക്രിപ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ കണ്ണാടി നോക്കിയിരുന്നിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴാണ് പ്രോംപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു എക്സ്പ്രഷൻ വീഡിയോ എടുത്തതിന് ശേഷം ക്ഷീണിച്ചിട്ട് എടുക്കുന്ന വീഡിയോയാണ്. ഇതാണ് കേട്ടോ എക്സ്പ്രഷൻ വീഡിയോ. ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എത്ര ടൈം ഇതിൻ്റെ പേരിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത്ര അങ്ങോട്ട് വലിയൊരു ക്ഷീണം വരത്തില്ല. പിന്നെ ഈ ആംഗിൾ എനിക്ക് എൻ്റെ HR എടുത്തു തന്നതാണ് കേട്ടോ. ഇത് അതായത് നേരത്തെ കമ്പനിയിലെ HR ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ആംഗിൾ. പിന്നെ ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രസൻറ്റേഷൻ ആയിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പറയുന്ന ആ ഒരു പ്രസൻറ്റേഷൻ. ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒന്നിലധികം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം ടയേർഡായിട്ട് എടുത്തിരിക്കുകയാണ്, ഉച്ചയ്ക്ക് മുന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാം മുഖത്ത് കാണാം. ആ വീഡിയോ എടുത്തതിൻ്റെ ക്ഷീണമാണ് ഈ കാണുന്നത്. അപ്പം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ഇത് വീഡിയോ കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പം അതിൻ്റെ പൊരിഞ്ഞ പോരാട്ടമായിരുന്നു അവിടെ. പിന്നെ ഈ വീഡിയോ പ്രസൻറ്റേഷൻസ് ഒക്കെ ചെയ്ത് വരുന്ന വഴി എനിക്ക് നല്ല ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എല്ലാവരും നിൽക്കുന്ന സമയത്ത് എൻ്റെ മുഖം ഇങ്ങനെ ആയിരിക്കും കേട്ടോ, ഇമാതിരി ഇഞ്ചി കടിച്ച പോലെ ആയിരിക്കും. ആരും തെറ്റിദ്ധരിക്കേണ്ടത് എൻ്റെ സ്ഥായി ഭാവമാണ്. പിന്നെ സമയം ശരിയല്ലെന്ന് മനസ്സിലായി, എൻ്റെ വാച്ച് പൊട്ടിപ്പോയി. എൻ്റെ നല്ലൊരു വാച്ചായിരുന്നു, ഒരു ഗോൾഡൻ ചെയിൻ കളർ, അതങ്ങ് പോയി. അപ്പം കുഴഞ്ഞു ഞാൻ. ബൈ.